ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പൊന്നി, ഇതൊന്നും ഒന്ന് പിടിച്ചേ. എനിക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റില്ല. പൊന്നി, ഇതെന്താ ഒരു അത്ഭുത വസ്തുനെ കാണുന്ന പോലെ നോക്കിയിരിക്കുന്നേ? സാധനങ്ങൾ ഇറക്കണ്ടേ? പൊന്നി ഒരു കൈ തരാനാ പറഞ്ഞത്. വാ. എന്നാ പിടിച്ചേ. ഒന്ന് രണ്ട് ആഴ്ചത്തേക്കുള്ള സകല സാധനങ്ങളും ഉണ്ട്. ആ ട്യൂഷൻ സെന്ററിലേക്കുള്ള ഓർഡറിന്റെ സാധനങ്ങളും ഉണ്ട്. ആ ഓട്ടോക്കാരന് കാശ് കൊടുത്തിട്ട് വരട്ടെ. നാളെയല്ലേ മത്സരം, നമുക്ക് ഫസ്റ്റ് അടിക്കണം. അല്ല പിള്ള, ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ എവിടുന്ന കാശ് കിട്ടിയത്? കാശ് സാറല്ലേ തന്നത്? 25,000 രൂപ. ബാക്കി കാശുണ്ട്. ഇത്രയും കാശ് എന്തിനാണെന്ന് ചോദിച്ചപ്പോ ബാക്കി താൻ കൊണ്ടുവന്നാ മതി എന്നല്ലേ സാറ് പറഞ്ഞത്. അപ്പോ ആ കാശ് രാഘവേട്ടൻ പിള്ളക്കാണോ കൊടുത്തത്? അതെന്താ രാഘവേട്ട പറയാതിരുന്നത്? പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? എന്താ പൊന്നി ഉണ്ടായത്? രാഘവേട്ടൻ എന്താ അത് പറയാഞ്ഞെന്ന്? അല്ല, ഞാൻ പിള്ളേക്കാണ് പൈസ എടുത്തു കൊടുത്തത്. അല്ല, ഞാൻ തനിക്കാണോ പൈസ തന്നേ? പിന്നല്ലാതെ. അല്ല, എന്താ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? കാശ് കാണാതെ പോയെന്നും പറഞ്ഞ് ഇവിടെ മുഴുവൻ ഈ പണം തരയായിരുന്നു ഞങ്ങള്. ഞങ്ങളോടൊപ്പം രാഘവേട്ടനകത്ത് നോക്കുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും നോക്കുന്നതിനോടൊപ്പം ശാന്തയുടെ ബാഗ് ഞങ്ങൾ പരിശോധിച്ചു. അത് ശാന്തയ്ക്ക് ഇഷ്ടമായില്ല. തന്നെ കള്ളിയാക്കിയെന്നും പറഞ്ഞ് ശാന്ത പിണങ്ങി പോവുകയും ചെയ്തു. അയ്യോ, ശാന്ത പോയോ? നമ്മൾ ഈ ഓർഡറൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നതും നാളത്തെ മത്സരത്തിൽ പങ്കെടുക്കാന്ന് പറഞ്ഞതും ശാന്തയെ കണ്ടുകൊണ്ട് തന്നെയാ. ശാന്ത പിണങ്ങി പോയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യും പിള്ളേ? അങ്ങനെ ചോദിച്ചാ ശാന്ത ഇല്ലാതെ മത്സരത്തിൽ പങ്കെടുത്തിട്ട് ഒരു കാര്യമില്ല. പങ്കെടുത്ത് ജയിച്ചില്ലെങ്കിൽ രാഘവേട്ടന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ വേറെ മാർഗവുമില്ല. ശാന്തിയെ തിരിച്ചു കൊണ്ടുവരാൻ വേറെ എന്താ പിള്ളേര് വഴി? ഒരു വഴിയുണ്ട്. ഈ സ്ഥിതിയിൽ നമ്മളെ സഹായിക്കാൻ ഒരേ ഒരാളെ കൊണ്ടേ കഴിയും.